സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഫാഷൻ രംഗത്തെ ഒരു നിശബ്ദ വിപ്ലവത്തിൻ്റെ കഥയാണ്. നിങ്ങളത് ഊഹിച്ചു കാണും. സ്റ്റുഡിയോ. ഒരുപക്ഷെ ഏതാനും ചിലർ അവർക്കെതിരെ ഒരു ബഹിഷ്കരണ ആഹ്വാനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഫാഷൻ രംഗത്ത് താല്പര്യമില്ലാത്തവർ ഈ പേര് കേട്ടിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയിൽ പരസ്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വളരെ വളരെ അപൂർവം കമ്പനികളിൽ ഒന്നാണ് ഈ സ്റ്റുഡിയോ. സ്റ്റുഡിയോ അല്ല, അവരുടെ കമ്പനിയുടെ പേര് ആക്ച്വലി ട്രെൻഡ് എന്നാണ്. പണ്ട് ടാറ്റ ഗ്രൂപ്പ് ലാക്മേ എന്നൊരു ബ്രാൻഡ് ഓൺ ചെയ്തിരുന്നു. അവർ ഫാഷൻ രംഗത്തും വന്നപ്പോൾ ഒരു സമയത്ത് അവർക്ക് തോന്നി ഈ ബ്യൂട്ടി പ്രോഡക്ട്സിനെ ഫാഷൻ പ്രോഡക്ട്സിൽ നിന്ന് വ്യത്യസ്തമാക്കണമെന്ന്. അങ്ങനെ അവർ ഈ ബ്യൂട്ടി ലാക്മേ എന്ന കോൺസെപ്റ്റ് ഹിന്ദുസ്ഥാൻ ലീവറിന് വിറ്റിട്ട് ട്രെൻഡ് എന്ന പേരിൽ ഒരു ഫാഷൻ റീറ്റെയിലിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഈ ട്രെൻഡിന്റെ ആദ്യത്തെ ബ്രാൻഡായിരുന്നു വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. അതായത് മുന്തിയ തരം ഫാഷനുള്ള വലിയ കടകൾ, വലിയ സിറ്റികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അതായിരുന്നു. അത് വല്ലാണ്ട് അങ്ങേറി പച്ച പിടിച്ചപ്പോഴാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരു ഫാഷൻ റീറ്റെയിൽ ശൃംഖല തുടങ്ങണമെന്ന് അവർ കരുതുകയും സ്റ്റുഡിയോ എന്ന ബ്രാൻഡ് ജന്മം കൊണ്ടത്. ഈ സ്റ്റുഡിയോ എന്ന ബ്രാൻഡ് എങ്ങനെയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ഞെട്ടിക്കുന്നതാണ്. 2299 രൂപയുടെ ഒരു ടീഷർട്ടിലൂടെയാണ് അവരുടെ തുടക്കം. ആ ടീഷർട്ട് ആണ് അവരുടെ ഏറ്റവും തുടക്കത്തിലുണ്ടായിരുന്ന ആ ബ്രാൻഡ്. സ്റ്റുഡിയോ ആരംഭിക്കുന്നത് 2016 സ്റ്റുഡിയോ എന്ന് നീട്ടിയാണ് സാധാരണ ആ ബ്രാൻഡിന്റെ പേര് പറയുക. അതൊരു വലിയ മാളിലല്ല, ടാറ്റയുടെ പ്രോഡക്റ്റ് ആയിരുന്നിട്ട് കൂടി ഒരു വലിയ മാളിലല്ല അത് തുടങ്ങിയത്. ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ, സ്റ്റാർ ബസാർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിനുള്ളിലാണ് അത് തുടങ്ങിയത്. അങ്ങനെ നിശബ്ദരായിട്ടാണ് അവർ കടന്നു വന്നത്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഞാൻ പറഞ്ഞു, അവരുടെ മറ്റേ മെയിൻ ബ്രാൻഡ്, ഈ ട്രെൻഡിന്റെ മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡാണ്. അപ്പൊ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സമ്പന്നർക്ക് മാത്രം, അതും മെട്രോ നഗരങ്ങളിൽ ഉള്ളവർക്ക് മാത്രമാണ് ഫാഷൻ എന്ന ചിന്ത മാറ്റി എല്ലാവർക്കും ആകർഷകമായ നിത്യോപയോഗ ഫാഷൻ എത്തിക്കുക എന്നായിരുന്നു അവരുടെ സങ്കല്പം. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഈ സ്റ്റുഡിയോയുടെ ആദ്യത്തെ പൂർണ്ണമായ സ്റ്റോർ തുറക്കുന്നത് ബാംഗ്ലൂരിലാണ്. അതിനുശേഷം അതൊരു വലിയ തരംഗമായി മാറുകയായിരുന്നു. ഇന്നിപ്പോ 2025 ഈ മാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലുടനീളം ഏകദേശം 750 അധികം സ്റ്റോറുകൾ, സ്റ്റുഡിയോ സ്റ്റോറുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ 2 ദിവസം കഴിയുന്തോറും അവർ ഒരു പുതിയ കട ഇന്ത്യയിൽ എവിടെയെങ്കിലും തുടങ്ങും. എന്താണ് ഈ സ്റ്റുഡിയോയെ ഇങ്ങനെ വ്യത്യസ്തമാക്കുന്നത്, മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, അതിൻ്റെ വിലയാണ്. അവിടുത്തെ 85% വസ്ത്രങ്ങൾക്കും അല്ലെങ്കിൽ 85% മുകളിൽ വസ്ത്രങ്ങൾക്കും വില എന്ന് പറയുന്നത് 1000 രൂപയിൽ താഴെയാണ്. നിങ്ങൾക്കറിയാം, 1000 രൂപയിൽ നിന്ന് ഒരു പിസ്സയുടെ വിലയാണ്. ഒരു പിസ്സയുടെ വിലയ്ക്ക് നമുക്ക് ഒരാൾക്കിടാവുന്ന മൊത്തം ഡ്രസ്സ് കിട്ടുന്നു എന്നുള്ളതൊരു വലിയ സങ്കല്പമാണ്. 2, ആ പ്രവർത്തന മാതൃക. സ്റ്റുഡിയോ ഒരിക്കലും പുറത്തുനിന്നുള്ള ഒരു ബ്രാൻഡും വിൽക്കാറില്ല. എല്ലാം അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ്, ഇൻഹൗസ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണമേന്മ, ആ വസ്ത്രത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ പറ്റുന്നു. മൊത്തം കാര്യങ്ങളിൽ പൂർണ്ണമായ നിയന്ത്രണം അവർക്കാണ്. മാത്രമല്ല വളരെ കുറഞ്ഞ വിലയിൽ. 3, അവരുടെ തന്ത്രമാണ്. ഓരോ 2 ആഴ്ച 4 ആഴ്ചയ്ക്ക് കൂടുമ്പം അവരുടെ മൊത്തം സ്റ്റോക്കും അവർ മാറുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പുതിയ പുതിയ ട്രെൻഡുകൾ വരും. സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. ഇവരുടെ ആ സിസ്റ്റം കൊണ്ട് 2 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ പുതിയ തുണിത്തരങ്ങൾ വരും, അല്ലെങ്കിൽ റെഡിമെയ്ഡുകളാണ് മെയിനായിട്ട്. അപ്പൊ അതിനാണ് ഈ ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടെന്ന് അത് പ്രാദേശികമായി കിട്ടും, താങ്ങാനുള്ള വിലയിലാണ്, ദേശീയമായ തുണികളാണ് പൊതുവെ അവർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോഴും അവിടെ ചെന്നാൽ പുതിയ എന്തെങ്കിലും കാണും.
അതാണ് അവരുടെ ആ തന്ത്രം. രണ്ട്, ഒരു സെലിബ്രിറ്റിയും ഇതിന്റെ അംബാസഡർ അല്ല, ഒരു പരസ്യവുമില്ല. നിങ്ങൾ ചാനലിൽ പരസ്യം കണ്ടു കാണില്ല, ഈ പത്രങ്ങളിൽ പരസ്യം കണ്ടു കാണില്ല. ഇപ്പൊ ഈ സ്റ്റുഡിയോ വിവാദം പുറത്ത് വന്നപ്പോഴാണ് പലരും ഈ ബ്രാൻഡ് എന്താണെന്ന് തന്നെ ഞാൻ കേൾക്കുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം അതിനടുത്തുകൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് എന്താണെന്ന് പോലും കയറി കാണണം. ഞാൻ അങ്ങനെ ഒരു കട കണ്ടു, സ്റ്റുഡിയോ എന്നൊരു കട കലൂർ കടവന്ത്ര റോഡിലുണ്ട്. പിന്നെ എനിക്ക് ഇൻവെസ്റ്റ്മെന്റിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് ട്രെൻഡ് ഏതൊക്കെ ബ്രാൻഡാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഇന്ന് അവരൊരു ഫ്രാഞ്ചൈസി മോഡലാണ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പൊ ഈ ഫ്രാഞ്ചൈസി മോഡലിന്റെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി, അപ്പൊ ഈ മാർക്കറ്റിങ്ങിന് ഇവർ കാശ് സ്പെൻഡ് ചെയ്യുന്നില്ല. ആ കാശാണ് ഇത്രയും വില കുറച്ചവർക്ക് സാധനം വിൽക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാം, ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ചെലവ് വരുന്നൊരു ഭാഗം പരസ്യങ്ങളാണ്. അപ്പൊ മികച്ച ഉൽപ്പന്നങ്ങൾ കൃത്യം, പിന്നെ ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ വളരെ കെയർഫുൾ ആയിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ആ ടാറ്റയുടെ ബ്രാൻഡിലുള്ള വിശ്വാസം. അപ്പൊ ഇതാണ് അതിന്റെ കാരണം. മാത്രമല്ല അവർ ഈ FOCO എന്ന് പറയും, അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. ഇതാണ് അതിന്റെ ആ ബിസിനസ് തന്ത്രത്തിന്റെ പേര്. അതായത് ആ ഫ്രാഞ്ചൈസിക്കാരാണ് സ്റ്റോറ് സ്ഥാപിക്കാനുള്ള പണം ചെലവാക്കുക. പക്ഷെ പ്രവർത്തനങ്ങളും അതിന്റെ ഏതൊക്കെ തുണി വിൽക്കണം, എങ്ങനെയാണ് വിൽക്കേണ്ടതെന്നൊക്കെ മുഴുവൻ തീരുമാനിക്കുന്നത് ടാറ്റയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഗുണമേന്മയിൽ അധിഷ്ഠിതമായ വലിയൊരു ഫാസ്റ്റ് ഗ്രോത്ത് അവർക്ക് കിട്ടിയത്. ഇത് വലിയ നഗരങ്ങളിലല്ല, ടയർ 2. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ തന്നെ സാധാരണ പട്ടണങ്ങളിൽ, കേരളം ഒരു വലിയ സിറ്റി ആണെന്നുള്ളത് നിലനിൽക്കെ തന്നെ പറയുകയാണ്, ടയർ 2, ടയർ 3 നഗരങ്ങളിലും ഇവരുടെ ബ്രാൻഡുകൾ, ഞാൻ പറഞ്ഞില്ല 750ഓളം സ്റ്റോറുകളാണ് ഇന്ത്യയിൽ. അപ്പോൾ വലിയ ബ്രാൻഡുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് കടന്നു വരാനായിട്ട് സ്റ്റുഡിയോക്ക് സാധിച്ചു. അങ്ങനെയാണ് അത് വളർന്നത്. മാത്രമല്ല ഇപ്പൊ അത് ഗ്ലോബലായിട്ടും വളർന്നു തുടങ്ങി. ദുബായിൽ പോലും ഇതിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റോർ വന്നു കഴിഞ്ഞു. 8 വർഷത്തായി തുടങ്ങിയിട്ട്. ഈ 8 വർഷം കൊണ്ട് സ്റ്റുഡിയോ ഒരു വർഷം ഇപ്പോൾ ചെയ്യുന്നത് 7000 കോടി രൂപയുടെ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾ ഇവരുടെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ ട്രെൻഡാണ്. ആ ട്രെൻഡിന്റെ വില പോകുന്നത്, ട്രെൻഡിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വില പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയൊരു ഐഡിയ ചിലപ്പോൾ കിട്ടും. ഈ ട്രെൻഡിന്റെ 1/3 വരുമാനവും ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത് താൽക്കാലികമായ ഒരു പ്രവണതയിൽ വന്നു പോയ ഒരു ബ്രാൻഡ് അല്ലത്. ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ വിപ്ലവം ഇന്ത്യയിൽ സൈലന്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. പിന്നെ ആ ടാറ്റയുടെ പാരമ്പര്യം ഉറപ്പായിട്ട് അവർക്ക് പലതുണ്ട്. അപ്പം ഈ എല്ലാവർക്കും ഫാഷൻ അല്ല, കുറച്ചു പേർക്ക് മാത്രമല്ല ഫാഷൻ, എല്ലാവർക്കും ഫാഷന്റെ ഒരു ഐഡിയ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. നിങ്ങൾ ഒരുപക്ഷെ കേൾക്കാതിരുന്നത്, ഇപ്പൊ ഈ ബഹിഷ്കരണ ആഹ്വാനം വന്നപ്പോ ആളുകളൊക്കെ ശക്തമായി ഈ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി തുടങ്ങി. ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കാരണം എന്താണ്, ആ ബഹിഷ്കരണ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു നിശബ്ദമായ വിപ്ലവം. ഇപ്പോ അവർക്ക് എത്ര കോടികൾ മുടക്കിയാലും കിട്ടാത്ത പരസ്യവുമായി ട്രെൻഡിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് കയറി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ റീറ്റെയിൽ ഫാഷൻ രംഗത്തെ ഒരു വലിയ വിപ്ലവമാണ് സ്റ്റുഡിയോ എന്ന ബ്രാൻഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടാറ്റയാണ് അതിന് പുറകിൽ. താങ്ക് യു.